മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് പലതരത്തിലുള്ള, ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റുള്ള വിഭാഗങ്ങൾക്കുണ്ട്, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേടുകയുണ്ടായി. നമുക്ക് ഒരു വ്യക്തമായ ഒരു പാർട്ടിയോട് നമുക്കില്ല, പക്ഷേ രാഷ്ട്രീയമായ നിലപാടുകളുണ്ടാകും. പക്ഷെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒന്നും നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സ്വാധീനം നൽകിയ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള അത് വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്. അപ്പോൾ നമ്മുടെ മാർഗ്ഗം എന്താ? ക്രിസ്തു കാണിച്ചു തന്ന മാർഗ്ഗമാണ്. അതിനനുസരിച്ച് ശക്തമായി മുന്നോട്ട് പോകും. എവിടെയൊക്കെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ ക്രൈസ്തവ ശക്തിപ്പെട്ടിട്ടുണ്ട്. CBCIയുടെ 36ാമത്തെ ജനറൽ ബോഡി ഈ ദിവസങ്ങളിൽ പര്യവസാനിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു ജനറൽ ബോഡിയുടെ പ്രധാന ലക്ഷ്യം തന്നെ പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ജനറൽ ബോഡി പര്യവസാനിക്കുമ്പോൾ നമുക്ക് പുതിയ പ്രസിഡൻ്റായിട്ട് വരിക കഴിഞ്ഞ വർഷം തുടർന്നിരുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് ചാർച്ച് പിതാവ് തന്നെയാണ്. പിതാവിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. പിതാവ്, എന്തൊക്കെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി CBCI കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഈ 36ാം ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഭാരതസഭയെക്കുറിച്ചുള്ള, കത്തോലിക്ക സഭയെക്കുറിച്ചുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്തു. പ്രധാനമായിട്ടും 3 വിഷയങ്ങളെക്കുറിച്ചാണ് ഈ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ CBCIയിൽ ഞങ്ങൾ ചർച്ച ചെയ്തത്. ഒന്നാമതായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് തന്നെ 2023 ഒക്ടോബറിൽ നടന്നതും 24 ഒക്ടോബറിൽ നടക്കാൻ പോകുന്നതുമായ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിൻ്റെ ചർച്ചകളാണ്. എങ്ങനെ ഒരു സിനഡാത്മക സഭയായി കത്തോലിക്ക സഭയെ, അത് കുടുംബം മുതൽ ആഗോള കത്തോലിക്ക സഭയുടെ ആഗോള സഭ വരെയുള്ള മേഖലകളിൽ എങ്ങനെ ഒരു സിനഡൽ സഭയാകാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. വരാൻ പോകുന്ന സിനഡിനെക്കുറിച്ചും ഇനി എന്തൊക്കെ ഓരോ രൂപതയും ഓരോ ഇടവകയും ചെയ്യണമെന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി. എന്നാൽ പ്രധാനമായും ചർച്ച ചെയ്ത രണ്ടാമത്തെ വിഷയം ദ സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോ ഓഫ് ദി ചർച്ച് ഇൻ ഇന്ത്യ ആൻഡ് ദി ചർച്ചസ് റെസ്പോൺസ്, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയുടെ, ഭാരത കത്തോലിക്ക സഭയുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാകണം എന്നുള്ളതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്, പശ്ചാത്തലമുണ്ട്. ഇന്ന് ഭാരതസഭ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. ഒന്ന്, ചില സ്ഥലങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ ക്രൈസ്തവർക്ക് പലതരത്തിലുള്ള, ക്രൈസ്തവർക്ക് മാത്രമല്ല മറ്റുള്ള വിഭാഗങ്ങൾക്കുണ്ട്, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേടുകയുണ്ടായി. മാത്രമല്ല പല സ്ഥലങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, ഓർഫനേജുകൾ, വ്യക്തികൾ, പള്ളികൾ ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ കത്തോലിക്ക സഭ സഭാംഗങ്ങളെ, രാഷ്ട്രത്തെ നയിക്കണം, സഹായിക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഭാരതീയരാണ്. 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭ ഭാരതീയ സഭയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ അതിമനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കണമെന്നാണ് ആദ്യം തന്നെ എല്ലാവരോടും, രാഷ്ട്രീയ നേതാക്കളോട് അടക്കം പറഞ്ഞ്, ഇന്ത്യയുടെ നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ പ്രയാമ്പിൾ, അത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ നടക്കുന്നതിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. അതേ സമയത്ത് എല്ലാവരോടും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് പറഞ്ഞത്. മണിപ്പൂരിൽ ഇഷ്യൂ ഉണ്ട്, കണ്ടമാലിലുണ്ടായ കാര്യങ്ങൾ ചർച്ച ചെയ്തു, മറ്റു പല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. സഭ ഒറ്റക്കെട്ടായി ക്രിസ്തു നൽകിയ മാതൃകയിൽ പ്രതികരിക്കുകയാണ്. ക്രിസ്തു നൽകിയ മാതൃക ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഒരു വ്യക്തമായ ഒരു പാർട്ടിയോട് നമുക്കില്ല, പക്ഷേ രാഷ്ട്രീയമായ നിലപാടുകളുണ്ടാകും. പക്ഷെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഒന്നും നമ്മൾ പ്രവർത്തിക്കുന്നില്ല, പക്ഷെ എല്ലാവരോടും. അതേ സമയത്ത് സഭയുടെ, ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആക്രമിക്കപ്പെടൽ ഉണ്ടാകരുത്, ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. മണിപ്പൂരിനടക്കം ചർച്ച ചെയ്തു. എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരോടും ഒരു സമഭാവനയോടെ മുന്നോട്ട് പോകാൻ സഹകരിക്കണമെന്ന് എന്നോട് ആഹ്വാനം ചെയ്തു. അക്രമങ്ങൾ ഇല്ലാതാക്കണമെന്ന് രാഷ്ട്രീയ നേതാക്കന്മാരടക്കം ആഹ്വാനം ചെയ്തു. മൂന്നാമത്തെ ഒരു കാര്യം, ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ കഴിഞ്ഞ സിനഡിൽ, മെത്രാന്മാരുടെ സിനഡിൽ ആഹ്വാനം ചെയ്തതുപോലെ, ഇപ്പോഴത്തെ വേൾഡ് ഡേ ഓഫ് പീസിന് നൽകിയ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ, സഭ ധൈര്യമായി തന്നെ സഭ ഡിജിറ്റൽ വേൾഡിലേക്ക്, മാധ്യമ മേഖലയിലേക്ക് ശക്തമായി ഇറങ്ങിത്തിരിക്കണം. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ച വളരെ ശക്തമായി നടന്നു. അതിന് റോമിൽ നിന്ന് വന്ന ഒരു ആർച്ച് ബിഷപ്പ് പാലിയ
അതേക്കുറിച്ച് നമുക്ക് ആവശ്യമായി മാർഗനിർദ്ദേശം നൽകി. ഇവിടെയുള്ള വിദഗ്ധർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോൾ സഭ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടക്കമുള്ള ഡിജിറ്റൽ മേഖലയിൽ, രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ, ഒപ്പം തന്നെ ഈ സിനഡാത്മക സഭയായി മുന്നോട്ട് പോകാൻ ഇതാണ് മെയിനായിട്ട് ചർച്ച ചെയ്ത്. പിന്നെ ഓരോ ഓഫീസുകളും ഓരോ കമ്മീഷനുകളും ഓരോ മേഖലകളും സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്ന സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകളിലൂടെ അവലോകനം നടത്തി. ഇതാണ് നടന്നത്. പിന്നെ തിരഞ്ഞെടുത്തു. ഓക്കെ പിതാവേ, ഈ ഒരു അവസരത്തിൽ ഇനി വരുന്ന 2 വർഷത്തേക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആക്ഷൻ പ്ലാനുകളോ അങ്ങനെ എന്തെങ്കിലും സഭ മുന്നിൽ കാണുന്നുണ്ടോ? അതോ അതായത് 2 വർഷത്തേക്ക് മാത്രമല്ല, സഭയുടെ ദർശനങ്ങൾ ഒന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിസ്ഥാനമായി സഭാപ്രവർത്തനങ്ങൾ എല്ലായിടത്തും നടത്താനും ഉള്ള സഹകരണത്തിന് വേണ്ടി അത് ആക്രമിക്കപ്പെടുമ്പോൾ അതിനുള്ള പ്രതികരണങ്ങൾ എങ്ങനെ ചെയ്യണം, വിശ്വാസം ആഴപ്പെടുത്തി പ്രത്യേകിച്ച് സഭയുടെ ഇവഞ്ചലൈസേഷനുള്ള സാധ്യതകൾ അടക്കം സഭാംഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രതിസന്ധികളുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് കണ്ടമാൽ ഇഷ്യൂ ചർച്ച ചെയ്തപ്പോൾ ക്രൈസ്തവരെ എങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികളാണ്. ഇത് കേന്ദ്ര നേതൃത്വം CBCIയേക്കാൾ ഉപരി പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ഓരോ റീജിയനുകളും 14 റീജിയനുകളുള്ളത്, ഓരോ രൂപതകളും 174 രൂപതകളാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഓരോ കമ്മീഷനുകളും ഓരോ ഓഫീസുകളും എങ്ങനെ ചെയ്യണം, ഇതേക്കുറിച്ച് അവർക്കൊരു ഗൈഡ് ലൈൻസാണ് നൽകിയത് നേരിട്ട്. പിന്നെ അതിന് മാധ്യമരംഗത്ത്, ലീഗൽ നൈയാമിക രംഗത്തൊക്കെ പ്രവർത്തിക്കാനുള്ള ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചു. പിതാവേ, ഈ സിനഡാത്മക സഭയെക്കുറിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ സ്വപ്നത്തെ പിതാവ് വിവരിക്കുകയുണ്ടായി. അതിനുവേണ്ടി നമ്മുടെ സഭ, ഭാരത സഭ എന്തൊക്കെയാണ് പുതിയതായിട്ട് രൂപീകരിക്കുന്നത്? അതായത് സിനഡാത്മക സഭയെക്കുറിച്ചുള്ള ചർച്ച ഇടവക മുതൽ കുടുംബ കൂട്ടായ്മയിൽ, ഫൊറോനയിൽ, ഇടവകയിൽ, രൂപതയിൽ, അതേ സമയത്ത് ഓരോ സ്വയാധികാര സഭ, റിച്വൽ സഭകളിൽ, പിന്നെ CBCI തലത്തിൽ, കോണ്ടിനെൻ്റൽ തലത്തിലൊക്കെ ചർച്ച നടത്തിയിട്ടാണ് റോമിലേക്ക് പോയത്. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വീണ്ടും വർക്കിംഗ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് വീണ്ടും ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു മാർഗരേഖ അടുത്ത ദിവസങ്ങളിൽ റോമിൽ നിന്ന് വരും. അതനുസരിച്ച് പ്രവർത്തിക്കും. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നോർത്തിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും നമുക്ക് അത്ര ശുഭകരമല്ല. എന്നാൽ അതേ പാർട്ടി തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ സഭയെ ഒരുപാട് സഹായിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. അതിനെങ്ങനെയാണ് സഭ നോക്കിക്കാണുന്നത്? ആദ്യം തന്നെ പറയാനുള്ളത്, ഉത്തമ ഭാരതീയരെന്ന നിലയിൽ ക്രൈസ്തവർ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സ്വാധീനം നൽകിയ അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള, അത് വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, സാമൂഹിക രംഗത്ത് എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ്. മറ്റൊരു സമൂഹത്തേക്കാൾ ഉപരി ക്രൈസ്തവ സമൂഹമാണ്. അത് മറക്കുന്ന പ്രവർത്തനങ്ങൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അസർട്ട് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രതികരിച്ചിട്ടുമുണ്ട്. അത് പക്ഷേ ഒരു ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണൽ ഗ്രൂപ്പുകളൊക്കെ ആക്രമിക്കുന്നുള്ളൊരു വാസ്തവമാണ്. കേരളത്തിൽ ഉള്ള ഗ്രൂപ്പല്ല കേരളത്തിന് പുറത്തുള്ളത് എന്നും കൂടി നമ്മൾ അറിയണം. കാരണം കേരളത്തിലത്തെ ഗ്രൂപ്പ് വേറൊരു വർഗീയ സമൂഹമാണെങ്കിൽ കേരളത്തിന് പുറത്ത് മിക്കവാറും മറ്റു വർഗീയ സമൂഹമാണ്. അതുകൊണ്ട് ക്രൈസ്തവർ പല സ്ഥലത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ നമ്മുടെ മാർഗ്ഗം എന്താ? ക്രിസ്തു കാണിച്ചു തന്ന മാർഗ്ഗമാണ്. അതിനനുസരിച്ച് ശക്തമായി മുന്നോട്ട് പോകും. എവിടെയൊക്കെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ ക്രൈസ്തവ ശക്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായമാണ്. ഷാലോം TV-യുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ യാചിക്കുകയാണ്. പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2 വർഷത്തേക്കാണ്. അടുത്ത ടൈമിൽ ലത്തീൻ സഭയുടേതാണ്. എന്നോടൊപ്പം മദ്രാസ് മൈലാപ്പൂരിൻ്റെ ആർച്ച് ബിഷപ്പാണ് 1ാമത്തെ വൈസ് പ്രസിഡൻറ്റ്. ബത്തേരി രൂപതയുടെ അധ്യക്ഷനാണ് മാർ തോമസ് ആണ് 2ാമത്തേത്. സെക്രട്ടറി ആയിട്ട് വസൈ രൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫെലിക്സ് മച്ചാദ് ഉണ്ടായിരുന്നു. അദ്ദേഹം 2 ടൈം കഴിഞ്ഞ് മാറി. പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡൽഹി അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയാണ്. അപ്പോൾ അവരുടെ സഹകരണത്തോടെ എല്ലാവരും ഞങ്ങൾ ഒറ്റ ടീമായി ഭാരതസഭയെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു പിതാവേ.